ധർമ്മപുത്രരുടെ രാജധാനി യഥാർത്ഥത്തിൽ ധർമ്മപുത്രന്റെ രാജ്യത്തില് ഹസ്തിനപുരത്തില് ധർമ്മപുത്രൻ ഭരിച്ചിരുന്ന കാലത്ത് ഭിക്ഷക്കാരും ഉണ്ടായിരുന്നില്ല എന്നാണ് മഹാഭാരതം പറയുന്നത്. അത് ശരിയായിരുന്നിരിക്കാം. എന്നാലും ഒരു സന്ദേശം നൽകാനായിട്ട് ഒരു കഥ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ കഥയില് ദുഃഖിതനായ ഒരാള് കുറച്ച് ഭിക്ഷ ചോദിച്ചുകൊണ്ട് ധർമ്മപുത്രരുടെ അടുത്ത് വന്നു അത്രേ. ധർമ്മപുത്രർ വളരെ തിരക്കിലായിരുന്നു. മന്ത്രിസഭയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണ്, മന്ത്രിമാരുടെ മീറ്റിങ്ങുകൾ. അപ്പോ ധർമ്മപുത്രര് വന്ന് ഈ ഭിക്ഷക്കാരനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് ഞാൻ വളരെ തിരക്കിലാണ്, നാളെ ഉച്ചയ്ക്ക് വരിക. അദ്ദേഹം ശരി എന്ന് പറയുന്നതിനിടയ്ക്ക് ദൂരെ മാറി നിന്ന ഭീമൻ, ധർമ്മപുത്രരുടെ അനുജൻ, 2-3 പ്രാവശ്യം കൈയടിച്ച് വളരെയധികം സന്തോഷിച്ച് ആഹ്ലാദത്തിന്റെ ഒരു ശബ്ദമുണ്ടാക്കി. ധർമ്മപുത്രർക്ക് അർത്ഥം മനസ്സിലായില്ല. താൻ ഭിക്ഷക്കാരനോട് നാളെ വരാൻ പറഞ്ഞത് കേട്ട് എന്തിനാ ഇയാൾ കൈയടിക്കുന്നത്, എന്തിനാ ഇയാൾ ഉറക്കം ചിരിച്ചത്, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോ ഈ ഭീമനോട് അല്പം പരുഷമായ ശബ്ദത്തില് ധർമ്മപുത്രര് ചോദിച്ചു അത്രേ, താൻ എന്തിനാ കൈയടിച്ചത്? ഉടനെ ഭീമൻ മറുപടി നൽകി, എന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ മരണത്തെ കീഴടക്കിയവനാണ് എന്ന് മനസ്സിലാക്കിയതില് വളരെ ആഹ്ലാദം തോന്നിയിട്ടാണ് കൈയടിച്ചത്. എന്ന് ധർമ്മപുത്രൻ മറുപടി നൽകി, ഞാൻ മരണത്തെ കീഴടക്കിയവനാണ് എന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താ? ഞാൻ അപ്രകാരം ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്തില്ലല്ലോ. ഉടനെ ഭീമൻ പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ വന്ന ഭിക്ഷക്കാരനോട് നാളെ ഉച്ചയ്ക്ക് അങ്ങ് വരാൻ പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് ഭിക്ഷ നൽകാമെന്ന അർത്ഥത്തിലാണല്ലോ. നാളെ ഉച്ചവരെ അങ്ങ് ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അപ്പോഴാണ് ധർമ്മപുത്രർക്ക് തന്റെ കർമ്മത്തിന്റെ അർത്ഥം മനസ്സിലായത്. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും കാര്യത്തില് ഓർമ്മിക്കുക, എത്ര നിമിഷം വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നറിഞ്ഞൂടാ. ഏത് ദിവസം, ഏത് മിനിറ്റ്, ഏത് വർഷം നമ്മൾ തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് മരണം. നമുക്ക് ഏതിനെയെങ്കിലും കുറിച്ച് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെങ്കിൽ ആ വരി ഇതാണ്, എന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. എന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്ന വരി എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതാണ് മരണം എന്ന പ്രതിഭാസം. അത് നാം എന്നും മനസ്സിലാക്കുക.